നാഥനെ പാടിടും ഞാൻ നന്ദിയോടെ. സ്നേഹിച്ചിടും ജീവനാൾകളെല്ലാം സ്നേഹിച്ചിടും സർവശക്തനെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സമയം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി കടന്നു വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തെ വാഴ്ത്തുന്നു. ഈ സമയം എല്ലാവരെയും ഡെയിലി മനയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ. ഇന്ന് ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം 1 രാജാക്കന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവന്റെ ഹൃദയം തന്റെ പിതാവായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായിരുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ശലോമോൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ശലോമോനോട് ദൈവം നേരിട്ട് സംസാരിച്ചവനാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജ്ഞാനമുള്ളവനായിരുന്നു ശലോമോൻ. ഏറ്റവും മഹത്തായ ഒരു ദേവാലയം പണിതവനായിരുന്നു ശലോമോൻ. സമാധാനത്തോടെ രാജ്യം ഭരിച്ചവൻ ആയിരുന്നു ശലോമോൻ. എന്നാൽ ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ശലോമോന്റെ ഹൃദയം പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി. പ്രിയ ദൈവ പൈതലേ, ഒരു മനുഷ്യന്റെ തുടക്കം ഒരുപക്ഷെ വലിയൊരു മഹത്വത്തിന്റെ പക്കിലൊക്കെ ആയിരിക്കാം. പക്ഷേ അതിന്റെ അവസാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശലോമോൻ തന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചിരുന്നു. ശലോമോൻ ദൈവത്തോട് ചോദിച്ചത് സമ്പത്തൊന്നുമല്ല, അവൻ ചോദിച്ചത് ജ്ഞാനമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയത്. പക്ഷെ ശ്രദ്ധിക്കണം, ശലോമോനെ വീഴ്ത്തിയത് ശത്രുക്കളുടെ ശക്തിയല്ല, മറിച്ച് ഹൃദയത്തിൽ താൻ ചെയ്ത കോംപ്രമൈസ് ആണ് ശലോമോനെ വീഴ്ത്തി കളഞ്ഞത്. അല്പാൽപമായി ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു, തെറ്റായ ബന്ധങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. ദൈവത്തെക്കാൾ മറ്റു കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാൻ ശലോമോൻ തുടങ്ങി. ഇതൊക്കെയാണ് ശലോമോനെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ അല്ലെങ്കിൽ അകന്നു പോകുവാൻ കാരണമായത്. പ്രിയ ദൈവ പൈതലെ, ഇന്നീ പ്രഭാത സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, ചിലപ്പോൾ വലിയ പാപങ്ങളല്ല ഒരു ജീവിതത്തെ തകർക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ചെറിയ കോംപ്രമൈസുകളാണ്. നിങ്ങൾ എവിടെയാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഒരുപക്ഷെ ചെറിയ ഏതെങ്കിലും ഒരു അവഗണനയായിരിക്കാം, അതുമല്ലെങ്കിൽ പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോകലായിരിക്കാം, വചനത്തിൽ നിന്ന് അകന്നു പോകലായിരിക്കാം, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെക്കാൾ അല്ലെങ്കിൽ ദൈവത്തെക്കാൾ ലോകത്തെ അധികം സ്നേഹിക്കലായിരിക്കാം. ഇതൊക്കെ എന്തു ചെയ്യും? ദൈവത്തിൽ നിന്നും ഒരുപാട് അകന്നു മാറുവാനിടയായിത്തീരും. അങ്ങനെ ഹൃദയം പതിയെ പതിയെ മാറിത്തുടങ്ങും. പ്രിയ ദൈവപൈതലേ, ശലോമോന് ജ്ഞാനമുണ്ടായിരുന്നു, ശലോമോന് സമ്പത്തുണ്ടായിരുന്നു, ശലോമോന് വലിയ മഹത്വമുണ്ടായിരുന്നു. പക്ഷേ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവനുള്ളിൽ ശൂന്യനായി മാറി, ഒന്നുമില്ലാത്തവനായി മാറി. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ ശലോമോൻ എഴുതിയത് മായ സകലവും മായ എന്ന്. ശ്രദ്ധിക്കണം, ലോകം നിങ്ങളെ ചിലപ്പോൾ ഒരു വിജയിയായിട്ട് വിളിച്ചാലും, ഒരു ജയാളിയായിട്ട് വിളിച്ചാലും, ശക്തനാണെന്ന് വിളിച്ചാലും, നിങ്ങളെ പൊക്കി പറഞ്ഞാലും, ദൈവ സാന്നിധ്യം നിങ്ങളുടെ ഉള്ളിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം അത് ശൂന്യമാണ്. കാരണം ദൈവമില്ലാത്ത ഒരു അനുഗ്രഹവും നിലനിൽക്കത്തില്ല, അതൊരു മനുഷ്യനെ തൃപ്തിപ്പെടുത്തത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രഭാത സമയം വളരെ ശക്തമായിട്ട് ചിലരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ പിശാച് ആ ഹൃദയം കവർന്നെടുക്കും. നിങ്ങൾ നരകത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരും. സ്വർഗതുല്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ, സ്വർഗത്തിലേക്കുള്ള യാത്രയിലേക്ക് പോകുന്ന നാം ഓരോരുത്തരും, ദൈവത്തെ അധികമായി സ്നേഹിച്ച് ക്രിസ്തുവിന്റെ പാത പിൻപറ്റേണ്ട നാം ഓരോരുത്തരും ലോകത്തെ സ്നേഹിക്കാൻ പോയാൽ നമ്മുടെ വിധി എന്ന് പറയുന്നത് നരകത്തിലേക്കായിരിക്കും. തുടക്കത്തിൽ തന്നെ തീ കെടുത്തരുത്. എന്നേക്കാൾ എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ മറ്റൊന്നിനും സ്ഥാനം കൊടുക്കരുത്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. അവസാനം വരെ വിശ്വസ്തനായിട്ടിരിക്കുക. പ്രിയ ദൈവ പൈതലേ, ശലോമോൻ ആലയം പണിതു, പക്ഷെ പിന്നീട് തന്റെ ഹൃദയത്തിലെ യാഗപീഠം തകർന്നു പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ന് ദൈവം നിങ്ങളോട് ഈ പകൽക്കാലം ചോദിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും ദൈവത്തിനുള്ളതാണോ? നിങ്ങളുടെ യാഗപീഠം തകർന്നു പോയിട്ടുണ്ടോ? ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിങ്ങൾ ദൂരെയായി പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇതാണ് നല്ല സമയം, ഇതാണ് നല്ല സമയം. മടങ്ങി വരൂ, മാനസാന്തരപ്പെടൂ. ലോകം നിങ്ങളുടെ ഹൃദയം പിടിച്ചെടുക്കാൻ അനുവദിക്കരുത്. പിശാചിന്റെ തന്ത്രങ്ങളോട് ഈ പ്രഭാത സമയം എതിർത്ത് നിൽക്കാൻ പഠിക്കൂ. ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുപോകാതെ, അതേ പഴയ സ്നേഹം, ആദ്യ സ്നേഹം തന്നെ വീണ്ടും ഒന്ന് ജ്വലിപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തെ
ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ആ ഭാഗ്യ പദവിയിലേക്ക് എത്തുവാൻ ദൈവം ഇന്ന് പകൽക്കാലം എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. നിങ്ങളുടെ കഴിഞ്ഞു പോയ നിമിഷങ്ങൾ, കഴിഞ്ഞു പോയ കാലങ്ങളൊക്കെ മറക്കൂ. ദൈവത്തെ എവിടെയെങ്കിലും നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്ഥാനത്തിന് നിങ്ങൾ ദൈവത്തെക്കാൾ അധികമായി സ്നേഹം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പ്രഭാത സമയം ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നത് മടങ്ങി വരാനുള്ള സമയമാണിത്. മാനസാന്തരപ്പെടാനുള്ള സമയമാണ്. ഇത് അന്ത്യകാലഘട്ടമാണ്. കൃപായുഗത്തിന്റെ വാതിലിടാൻ സമയമായി. കാഹളം ധ്വനിക്കാൻ സമയമായി. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് ഏറ്റവും അടുത്ത സമയം ഇതാണ്. ആയതിനാൽ എവിടെയാണോ നിങ്ങൾ ഒരുകേണ്ടത്, എവിടെയാണോ ഹല്ലേലൂയ നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടത്, എവിടെയാണോ നിങ്ങൾ ഒരുക്കപ്പെടേണ്ടത്, ഇതാണ് നല്ല സമയം. അതിനുവേണ്ടി നിങ്ങളെ തന്നെ വേർതിരിച്ച് ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച്, ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നിൽ നിന്ന് അകന്നു പോകാത്ത ഹൃദയം ഞങ്ങൾക്കൊന്ന് തരണമേ. ലോകത്തേക്കിന്റെ മോഹങ്ങളെക്കാൾ അങ്ങയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ. അവസാനം വരെ, അന്ത്യം വരെ വിശ്വസ്തരായി നിൽക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഇതുവരെയും വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.